ഇനി കോഴിക്കോട്ടേക്കാണ് നമ്മൾ. നാദാപുരത്ത് ശക്തമായ മഴയിൽ കെട്ടിടം തകർന്നിരിക്കുന്നു. നാദാപുരം ടൗണിൽ വടകര റോഡിലെ ഇരുനില ഓടുമേഞ്ഞ ഉപയോഗശൂന്യമായ കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടം പിൻഭാഗത്തേക്ക് തകർന്നു വീണതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകാനായിട്ട് ചേരുന്നുണ്ട്. സാരംഗ്, നാദാപുരം ടൗണിൽ തന്നെയാണല്ലോ ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ നല്ല മഴ പെയ്യുകയാണോ, മഴയ്ക്കിടയിലാണോ ഇത് സംഭവിച്ചത്? എന്താണ് അവസ്ഥ? അക്ഷയ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നാദാപുരത്ത് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെയും ഇന്നലെ അർദ്ധരാത്രിയുമൊക്കെയായി നാദാപുരത്തും കുറ്റ്യാടിയിലുമൊക്കെ തന്നെ കനത്ത മഴ പെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവുമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നാദാപുരം വടകര റോഡിലുള്ള പഴയ ഇരുനില കെട്ടിടം തകർന്നു വീണത്. ഓടിട്ട കെട്ടിടമായിരുന്നു, അത് പഴക്കമേറിയ കെട്ടിടമായിരുന്നു. കെട്ടിടത്തിൻ്റെ പിൻഭാഗമാണ് തകർന്നു വീണത്. പുലർച്ചെയായതുകൊണ്ട് തന്നെ കെട്ടിടത്തിനകത്ത് ആളുകളൊന്നുമില്ലാതിരുന്നതുകൊണ്ട് ഒരു അപായ സാധ്യത ഒഴിവായി. എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കൊക്കെ ഇനിയും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ ജാഗരൂകരായി നിൽക്കണമെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ കോഴിക്കോട് മാത്രമല്ല വയനാട് ജില്ലയിലും സമാനമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ചെറിയ തോതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കിണറിടിഞ്ഞ് താഴ്ന്നൊരവസ്ഥയുണ്ട്. റോഡ് പുഴയിലേക്ക് തകർന്നു വീഴുന്നൊരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ തന്നെ പൂർണ്ണമായും സുരക്ഷിതരായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. അക്ഷയ, എവിടെയാണുള്ളത്? കോഴിക്കോട്. അവിടെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടല്ലേ? കോഴിക്കോട് ഇന്ന് രാവിലെ കനത്ത മഴ പെയ്തിരുന്നു. പിന്നീട് ഇടവിട്ട മഴ പെയ്യുന്നൊരു അവസ്ഥയാണുള്ളത്. എന്തായാലും നഗരത്തിൽ ഇതുവരെ കാര്യമായ വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ മഴ ഇത്തരത്തിൽ കനക്കുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറക്കേണ്ട ഒരവസ്ഥയുണ്ട്. അക്ഷയ, ശരി. സാരംഗാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. കോഴിക്കോട്ട് വടക്കൻ ജില്ലകളിലേക്കാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതിനിടയിലാണ് നാദാപുരത്ത് ഒരു കെട്ടിടം തകർന്നു വീണത്. പഴയ കെട്ടിടങ്ങളാണ് നാദാപുരം ടൗണിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. കൂടുതൽ സാരംഗ് സൂചിപ്പിച്ച പോലെ തന്നെ കരുതലോടെ ഇരിക്കുക എന്നതാണ്.